ടൗണിലെ ബീവറേജിന് മുന്നിൽ നല്ല തിരക്കായിരുന്നു. വിയർത്തൊട്ടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലേക്ക് തന്റെ TVS ബൈക്ക് ഇരപ്പിച്ചു കയറ്റി രാഹുൽ ബ്രേക്കിട്ടു. പിറകെ രാഹുലിനേക്കാൾ പ്രായത്തിനല്പം മൂത്തതാണെങ്കിലും അവന്റെ ഉറ്റ സുഹൃത്തുക്കളായ ഷിബുവും പ്രകാശും ഉണ്ടായിരുന്നു. രാഹുലിന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. അവന്റെ ഓരോ വാക്കിലും ലഹരിയുടെ ഒരു തടച്ചിൽ പ്രകടമായിരുന്നു. ഡാ രാഹുലെ, നീ ഒന്ന് അടങ്ങ്, മതിയടാ, നിനക്ക് നാളെ പെണ്ണ് കെട്ടാനുള്ളതാണ്. പന്തലിൽ ചെന്ന് ഇങ്ങനെ നിന്നാൽ അവളുടെ വീട്ടുകാരപ്പ തന്നെ പെണ്ണിനെയും കൊണ്ടുപോകും. ഷിബു അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എന്നാൽ രാഹുൽ ആ കൈ തട്ടിമാറ്റി ചുറ്റുമുള്ളവരെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരുമാതിരി മത്ത് പിടിച്ച ആത്മവിശ്വാസമുണ്ടായിരുന്നു. എടാ ഷിബു, നീ പേടിക്കണ്ട, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. നാളെ കഴിഞ്ഞ പിന്നെ ഞാനൊരു ഫാമിലി മാൻ ആണ്. ഇന്നത്തെ ഈ രാത്രി ഇതെന്റെ ഫ്രീഡത്തിന്റെ അവസാന ശ്വാസമാണ് മക്കളെ. അവൻ അത് പറഞ്ഞ് കൗണ്ടറിലേക്ക് നടക്കുമ്പോഴാണ് നാട്ടിലെ പഴയ തല്ലുകൊള്ളി ലോറൻസ് അവിടെ നിൽക്കുന്നത് അവൻ കണ്ടത്. രാഹുലിനെ ആ അവസ്ഥയിൽ കണ്ടതും ലോറൻസ് വാ പൊളിച്ചുപോയി. ഡാ രാഹുലെ, നീ എന്താടാ ഇവിടെ? നാളെ നിന്റെ കല്യാണമല്ലേ? വീട്ടില് പന്തലിലും പറമ്പിലുമൊക്കെ ആൾക്കാർ ഉറുമ്പരിക്കുന്നത് പോലെ വന്നിട്ടുണ്ടാകും. ഈ നേരം നോക്കിയാണോ നീ ഈ ക്യൂവിൽ വന്ന് നിൽക്കുന്നത്? നിങ്ങൾ വലിയ തറവാട്ടുകാരല്ലേ. നിന്റെ കല്യാണം എന്താകുമെന്നൊക്കെ നാളെ പന്തലിൽ കാണാം. ലോറൻസ് അവനെ കളിയാക്കി ചിരിച്ചു. എന്നാൽ രാഹുൽ ഒട്ടും വിട്ടുകൊടുത്തില്ല. അവൻ അപ്പോൾ കൗണ്ടറിൽ ചാരി നിന്നുകൊണ്ട് പേഴ്സ് തുറക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. അതിനെന്താ ലോറൻസേ, കല്യാണം നാളെയല്ലേ? ഇന്ന് എനിക്ക് കുടിക്കണ്ടേ? ഈ നിൽക്കുന്ന ചങ്ക് ബ്രോസിന് പാർട്ടി കൊടുക്കണ്ടേ? ഇവരല്ലേ എന്റെ കഷ്ടപ്പാടിലും കൂടെ ഉണ്ടായിട്ടുള്ളത്. തറവാടിത്തമൊക്കെ ഞാൻ നാളെ പന്തലിൽ കാണിച്ചോളാം. രാഹുൽ പുച്ഛത്തോടെ അവനെ കളിയാക്കിയ ലോറൻസിനോട് പറഞ്ഞു. എടാ, നാളെ നിന്റെ കല്യാണമല്ലേ, നിനക്കൊന്ന് മതിയാക്കി കൂടെ? കൂട്ടുകാരൻ പ്രകാശ് അപ്പോൾ അവന്റെ ചെവിയിൽ പറഞ്ഞപ്പോൾ രാഹുൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നാളെ എന്റെ കല്യാണമാണ്, അല്ലാതെ എന്നെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയൊന്നുമല്ല. എടാ, ആ പെണ്ണിനെ ആദ്യമായി കാണാൻ പോയപ്പോഴും ഞാൻ ചെറുതായി ഒന്ന് വീശിയായിരുന്നു. എന്നിട്ടും ആ കൊച്ചിന് എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കല്യാണത്തലേന്ന് ഫിറ്റായില്ലെങ്കിൽ അത് അവളെ അപമാനിക്കുന്നത് പോലെ ആവില്ലേടാ. അവന്റെ ആ ലോജിക്കില്ലാത്ത വർത്തമാനം കേട്ട് ക്യൂവിൽ നിന്നവരെല്ലാം ആർത്തു ചിരിച്ചു. രാഹുൽ അതൊന്നും ശ്രദ്ധിക്കാതെ കൗണ്ടറിലേക്ക് കൈനീട്ടി. ചേട്ടാ, 2 കുപ്പി ജവാൻ, പിന്നെ ഒരു 6 ബിയറും സ്ട്രോങ് തന്നെ എടുത്തോ. സാധനം വാങ്ങി അവൻ തിരികെ നടക്കുമ്പോൾ രാഹുലിന്റെ കാലുകൾ പരസ്പരം പിണയുന്നുണ്ടായിരുന്നു. ഷിബു അപ്പോൾ അവനെ തോളിൽ താങ്ങി പിടിച്ചു. ഡാ, നീ ഇത്രയ്ക്ക് കുടിക്കരുത്. വീട്ടിൽ ചെന്നാ നിന്റെ അച്ഛൻ പന്തലുകാലൂരി നിന്നെ തല്ലും. നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോകേണ്ടതാണ്. അവിടെ ചെന്ന് വാ തുറക്കുമ്പോ മദ്യത്തിന്റെ മണമടിച്ചാൽ തീർന്നു, ഷിബു അവനോട് പറഞ്ഞു. അച്ഛനോ? പാവം എന്റെ അച്ഛൻ. അച്ഛൻ ഇപ്പൊ തന്നെ പന്തലിന്റെ സൈഡിൽ ആ സപ്ലയറുടെ കൂടെ അടിച്ച് ഫിറ്റായിരിക്കുകയാകും. നീ വണ്ടി വിട് ഷിബു. ഇന്ന് രാത്രി നമുക്ക് മരിക്കുവോളം ആഘോഷിക്കണം. നാളെ താലി കെട്ടുമ്പോൾ എന്റെ കൈ വിറയ്ക്കാൻ പാടില്ല. അതിനിപ്പോളെ ഈ ബോഡിക്കൊരു ബാലൻസ് വേണം. രാഹുൽ ബൈക്കിന്റെ പിന്നിലിരുന്ന് ചിരിച്ചുകൊണ്ട് ഷിബുവിനോട് പറഞ്ഞു. അതേസമയം രാഹുലിന്റെ വീട് ലൈറ്റുകളാൽ അലങ്കൃതമായിരുന്നു. മുറ്റത്തെ വലിയ പന്തലിൽ ബന്ധുക്കളും നാട്ടുകാരുമൊക്കെയായി വീട് നിറയെ ആളുകൾ. എല്ലാവരുടെയും കണ്ണ് തിരയുന്നത് ഒരേ ഒരാളെയാണ്, കല്യാണ ചെക്കൻ രാഹുലിനെ. ഇവനിതെവിടെ പോയി കിടക്കുകയാണ്? നേരം ഇത്രയായില്ലേ? നാളെ വെളുപ്പിന് ക്ഷേത്രത്തിൽ പോകേണ്ടതല്ലേ? രാഹുലിന്റെ അച്ഛൻ ദാസൻ ദേഷ്യം കടിച്ചമർത്തി മുറ്റത്ത് നടക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ഫോൺ എടുത്ത് അവനെ വിളിക്കുന്നുണ്ടെങ്കിലും രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പെട്ടെന്നാണ് മുറ്റത്തേക്കൊരു ബൈക്കിന്റെ ഇരമ്പൽ കേട്ടത്. ഷിബുവിന്റെ ബൈക്കിന് പിന്നിൽ ആടി ഉലഞ്ഞുകൊണ്ട് രാഹുൽ ഇരിക്കുന്നു. വണ്ടി അവിടെ വന്ന് നിന്നതും ഇറങ്ങാൻ നോക്കിയ രാഹുൽ ഒന്ന് വേച്ചു. ഷിബു അപ്പോൾ അവനെ താങ്ങി പിടിച്ചു. അവന്റെ ആ നിൽപ്പ് കണ്ടപ്പോളെ ദാസൻ പിള്ളയുടെ നിയന്ത്രണം വിട്ടു. പന്തലിൽ നിൽക്കുന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടതിന്റെ സങ്കടവും ദേഷ്യവും അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിച്ചു. ഇങ്ങോട്ട് കയറി വാടാ, ദാസൻ പിള്ള ഗർജിച്ചു. രാഹുൽ അപ്പോൾ പതിയെ ചുവടുകൾ ഇടറി വീടിന്റെ അകത്തേക്ക് നടന്നു. പിന്നാലെ ദേഷ്യത്തോടെ അച്ഛൻ ദാസൻ പിള്ളയും അകത്തേക്ക് നടന്നു. ഷിബുവും പ്രകാശും പേടിച്ച് മുറ്റത്ത് തന്നെ നിന്നു. വീടിന്റെ ഹാളിലെത്തിയതും ദാസൻ പിള്ള വാതിൽ വലിച്ചടച്ചു. അകത്ത് രാഹുലിന്റെ അമ്മയും പെങ്ങളും പേടിച്ചു നിൽക്കുന്നുണ്ട്. നിനക്ക് നാണമുണ്ടോടാ? നാളെ നിന്റെ കല്യാണമാണ്. പന്തലിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സമയത്താണോ നീ കുടിച്ചു ബോധമില്ലാതെ വീട്ടിലേക്ക് കയറി വരുന്നത്? നാട്ടുകാരുടെ മുന്നിൽ എന്റെ തല കുനിപ്പിച്ചേ നീ അടങ്ങൂ, ദാസൻ പിള്ള വിരൽ ചൂണ്ടി അവനോട് ആക്രോശിച്ചു. രാഹുൽ അപ്പോൾ ചുമരിൽ ചാരി നിന്ന് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അവന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. എന്തിനാ? അവളുടെ മനസ്സപ്പോഴും മുത്തശ്ശിയെ ഓർത്ത് വിതുമ്പുകയായിരുന്നു. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞു മടങ്ങുമ്പോൾ അർച്ചനയുടെ ഉള്ളിൽ ഒരു ശൂന്യതയായിരുന്നു. യാത്ര പറയാൻ അച്ഛനോ അമ്മയോ അവിടെ ഉണ്ടായിരുന്നില്ല. തന്നെ ഈ നരകത്തിലേക്ക് തള്ളിവിട്ട വലിയച്ഛന്മാരും ചെറിയച്ഛന്മാരും ഒരു കടമ തീർത്ത ആശ്വാസത്തോടെ വണ്ടി കയറിപ്പോയി.
രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ പന്തലിൽ വലിയ ആഘോഷമായിരുന്നു. പക്ഷേ ആ ആഘോഷങ്ങൾക്കിടയിലും രാഹുൽ ആടി ഉലഞ്ഞാണ് നടന്നത്. വീടിന്റെ ഉമ്മറപ്പടി കടക്കുമ്പോൾ രാഹുലിന്റെ അമ്മ നിലവിളക്കുമായി അവളെ എതിരേറ്റു. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മരുമകളെ കിട്ടിയ സന്തോഷമല്ല, മറിച്ചൊരു പാവം പെൺകുട്ടിയെ തങ്ങളുടെ മകന്റെ ജീവിതത്തിലേക്ക് വലിച്ചിയച്ചതിലുള്ള കുറ്റബോധമായിരുന്നു ആ കണ്ണുകളിൽ. അകത്തെ മുറിയിലെത്തിയപ്പോൾ അർച്ചനയാകെ തളർന്നിരുന്നു. ഭാരമേറിയ പട്ടുസാരിയും ഫാൻസി ആഭരണങ്ങളും അവളെ ശ്വാസം മുട്ടിച്ചു. രാഹുലിന്റെ അമ്മ അപ്പോൾ മെല്ലെ അവളുടെ അരികിലേക്ക് വന്നു. മോളെ വാ, ഈ വസ്ത്രമൊക്കെ ഒന്ന് മാറാം, നീ ആകെ വിയർത്തു പോയല്ലോ. അമ്മ വളരെ വാത്സല്യത്തോടെ അവളുടെ സാരി അയക്കാൻ സഹായിച്ചു. അപ്പോളാണ് രാഹുലിന്റെ അനിയത്തിക്കുട്ടി മീനു അങ്ങോട്ട് ഓടി വന്നത്. ചേച്ചി എത്ര സുന്ദരിയാ, ഞാൻ ചേച്ചിക്കൊരു സമ്മാനം കരുതിയിട്ടുണ്ട്, മീനു അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. രാഹുലിനേക്കാൾ 15 വയസ്സിന് ഇളയതായ അവന്റെ അനിയത്തിക്കുട്ടിയുടെ നിഷ്കളങ്കമായ സ്നേഹം കണ്ടപ്പോൾ അർച്ചനയുടെ കണ്ണ് നിറഞ്ഞു. ആ വീട്ടിൽ തനിക്ക് സ്നേഹം നൽകാൻ ആരെങ്കിലും ഉണ്ടെന്ന തിരിച്ചറിവ് അവൾക്ക് ചെറിയൊരു ആശ്വാസം നൽകി. പക്ഷേ രാഹുൽ മാത്രം ആ മുറിയിലോ പരിസരത്തോ ഉണ്ടായിരുന്നില്ല. അവൻ കൂട്ടുകാർക്കൊപ്പം പുറത്ത് വീണ്ടും ലഹരിയിൽ മുഴുകുകയായിരുന്നു. രാത്രി 10 മണിയായി. അതിഥികളെല്ലാം പിരിഞ്ഞുപോയി. വീട് നിശബ്ദമായി. അർച്ചന മുറിയിൽ തനിച്ചായിരുന്നു. ജനലിലൂടെ വരുന്ന കാറ്റിൽ പോലും മദ്യത്തിന്റെ മണമാണോ എന്ന് അവൾക്ക് സംശയം തോന്നി. പെട്ടെന്നാണ് വാതിൽ തള്ളി തുറന്ന് രാഹുൽ അകത്തേക്ക് വന്നത്. അവൻ നേരെ വന്ന് കട്ടിലിലേക്ക് മറഞ്ഞു. ചെരുപ്പ് പോലും അഴിച്ചു മാറ്റാതെ ആ കല്യാണ വസ്ത്രത്തോടെ തന്നെ അവൻ ബോധമില്ലാതെ കിടന്നു. മുറിയിലാകെ മദ്യത്തിന്റെ രൂക്ഷഗന്ധം പടർന്നു. അർച്ചന ആ മുറിയുടെ ഒരു മൂലയിൽ പേടിച്ചു വിറച്ചിരുന്നു. ശ്വാസമെടുക്കാൻ പോലും അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി. അവൻ ഉറക്കത്തിൽ അലറുന്നതും പിച്ചും പേയും പറയുന്നതും കേട്ട് അവൾ കാതുകൾ പൊത്തിപ്പിടിച്ചു. ഒരു ഘട്ടത്തിൽ ആ ഗന്ധം ഒട്ടും സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ മുറിക്ക് പുറത്തേക്കോടി. ഹാളിൽ രാഹുലിന്റെ അച്ഛൻ ദാസൻ പിള്ളയും അമ്മ സുശീലയും അപ്പോൾ ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. അർച്ചനയെ ആ കോലത്തിൽ കണ്ടപ്പോൾ അവരൊന്ന് ഞെട്ടിപ്പോയി. മോളെ എന്തു പറ്റി? അമ്മ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അമ്മേ, എനിക്ക് ആ മുറിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല, മദ്യത്തിന്റെ മണം, എനിക്ക് ശ്വാസം മുട്ടുന്നു. അർച്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ എന്ത് പറയണമെന്നറിയാതെ മരവിച്ചു നിന്നു. ദാസൻപിള്ള അപ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തല താഴ്ത്തി നിന്നു. ഒരച്ഛൻ എന്ന നിലയിൽ അയാൾക്ക് തോന്നിയ അപമാനം വളരെ വലുതായിരുന്നു. ദാസൻപിള്ള അർച്ചനയുടെ അരികിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. മോൾ അച്ഛനോട് ക്ഷമിക്ക്. നിന്നെ ഈ ചതിക്കുഴിയിൽ വീഴ്ത്തിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു മോളെ. അദ്ദേഹം ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. അർച്ചന അപ്പോൾ അദ്ദേഹത്തെ നോക്കി. ഹാളിലെ മങ്ങിയ വെളിച്ചത്തിൽ വിറയ്ക്കുന്ന കൈകളോടെ അർച്ചനയെ ചേർത്ത് പിടിച്ച് അമ്മ അവിടെ ഇരുന്നു. അപ്പുറത്ത് കസേരയിൽ തളർന്നിരിക്കുന്ന ദാസൻ പിള്ളയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പുറത്ത് പന്തലിൽ അപ്പോൾ പാത്രങ്ങൾ മാറ്റുന്നതിന്റെ നേർത്ത ശബ്ദം കേൾക്കാം. മോളെ, ഇവൻ പണ്ടി നാട്ടുകാർക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനായിരുന്നു. ആർക്കും എന്ത് സഹായത്തിനും ഓടിയെത്തുന്നവൻ. ആരോടും ഉച്ചത്തിൽ പോലും സംസാരിക്കാത്ത ഒരു പാവം. പക്ഷേ 3 വർഷം മുമ്പ് നടന്നൊരു സംഭവം ഇവനെ പാടെ മാറ്റിമറിച്ചു. ദാസൻ പിള്ളയുടെ ശബ്ദമിടറി. അമ്മ അപ്പോൾ അർച്ചനയുടെ കൈകൾ അവരുടെ വിറയ്ക്കുന്ന കൈകളോട് ചേർത്തു പിടിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. മോളെ, ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു ഉത്സവത്തിന്റെ ദിവസം നമ്മുടെ അയൽപ്പക്കത്തെ ഒരു പെൺകുട്ടിയെ ഒരു വലിയ വീട്ടിലെ ചെക്കൻ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയത് എന്റെ മോനായിരുന്നു. ഇവൻ ആ പെൺകുട്ടിയെ രക്ഷിച്ചു. ആ ക്യാഷുകാരന്റെ മോനെ പോലീസിൽ ഏൽപ്പിക്കാൻ മുൻകൈ എടുത്തു. ഇവൻ കണ്ടതാണെന്നും ആ ചെക്കൻ തന്നെയാണ് ആ കുട്ടിയെ ഉപദ്രവിച്ചതെന്നും പോലീസിനോട് ഇവൻ ഉറപ്പിച്ചു പറഞ്ഞു. പണത്തിനും സ്വാധീനത്തിനും മുന്നിൽ തല കുനിക്കാത്ത സ്വഭാവമായിരുന്നു അന്നിവന്. അമ്മ പറഞ്ഞപ്പോൾ ദാസൻപിള്ള കസേരയിൽ തല ചായ്ച്ചു വെച്ചു. പക്ഷേ മോളെ, ഈ ലോകം അത്ര നല്ലതല്ല. ആ വലിയ വീട്ടിലെ ചെക്കൻ പൈസ വാരിയെറിഞ്ഞ് കേസ് അട്ടിമറിച്ചു. ഒടുവിൽ സംഭവിച്ചതെന്താണെന്നോ, ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ അവര് മൊഴി മാറ്റി പറയിച്ചു. അവള് കോടതിയിൽ പറഞ്ഞു രാഹുലാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നും ആ ക്യാഷുകാരന്റെ മോൻ അവളെ രക്ഷിക്കാൻ വന്നതാണെന്നും. അത് കേട്ടതും അർച്ചന ഞെട്ടിപ്പോയി. താൻ കേൾക്കുന്നത് സത്യമാണോ എന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് കോടതിയും പോലീസും നാട്ടുകാരും എല്ലാം എന്റെ മോനെ പ്രതിയെന്ന് വിളിച്ച് അപമാനിച്ചു. നീതിക്ക് വേണ്ടി നിന്ന എന്റെ മോൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു. കുറച്ചുകാലം അവന് ജയിലിൽ കിടക്കേണ്ടി വന്നു. കുറെ കഴിഞ്ഞ് ശിക്ഷയൊക്കെ കുറച്ചു കിട്ടി പുറത്തിറങ്ങിയെങ്കിലും നാട്ടുകാരുടെ നോട്ടവും ആ പരിഹാസവും അവനെ തളർത്തി കളഞ്ഞു. അച്ഛൻ പറഞ്ഞപ്പോൾ അർച്ചന അച്ഛനെ തന്നെ നോക്കുകയായിരുന്നു.
നല്ലവനായി ജീവിച്ചിട്ട് എന്ത് കിട്ടി അമ്മേ? പണമുള്ളവന്റെ കൂടെയല്ലേ ലോകം നിൽക്കുന്നത്. സഹതാപം തോന്നി സഹായിക്കാൻ ചെന്ന എന്നെ നാണം കെട്ടവനാക്കിയില്ലേ എന്ന് അവൻ എന്നോട് ചോദിച്ചു മോളെ. അത് പറഞ്ഞ അമ്മയും പൊട്ടിക്കരഞ്ഞു പോയി. അന്ന് രാത്രി വീട്ടിൽ വന്ന അവൻ മുറിയിൽ കയറി വാതിലടച്ചു. പിന്നെ പുറത്തിറങ്ങിയത് മറ്റൊരു മനുഷ്യനായിട്ടാണ്. ഇനി ഞാൻ എന്തിനാ നന്നാവുന്നത്? ഈ ലോകം എന്നെ ഒരു മോശക്കാരനായിട്ടല്ലേ കാണുന്നത്? എങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുമെന്നൊരു വാശിയായിരുന്നു അവന്. അന്നാണ് അവൻ ആദ്യമായി മദ്യം തൊട്ടത്. ലോകത്തോടുള്ള ദേഷ്യം തീർക്കാൻ അവൻ സ്വയം നശിക്കാൻ തുടങ്ങി. ദാസൻ പിള്ള അത് പറഞ്ഞ് അർച്ചനയെ നോക്കി കൈകൂപ്പി. ഈ കല്യാണത്തിന് അവൻ സമ്മതിച്ചതുപോലും ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാണ്. എന്റെ ജീവിതം എങ്ങനെയായാലും എനിക്കൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കെട്ടാം എന്നവൻ പറഞ്ഞു. നിന്നെ ഞങ്ങൾ ചതിച്ചു എന്ന് തോന്നുന്നുണ്ടാവാം മോളെ. പക്ഷേ നിനക്കാരുമില്ലെന്നറിഞ്ഞപ്പോൾ നീയെങ്കിലും അവനെ ഒന്ന് സ്നേഹിച്ചു മാറ്റിയെടുക്കുമെന്ന് ഞങ്ങൾ മോഹിച്ചു പോയി. അവൻ പണ്ട് അത്രയ്ക്ക് നല്ലവനായിരുന്നു മോളെ. അവനെ ഒന്ന് തിരികെ കൊണ്ടുവരാൻ നീ ഞങ്ങളെ സഹായിക്കില്ലേ? ദാസൻ പിള്ളയുടെയും സുശീലയുടെയും സങ്കടം കണ്ടപ്പോൾ അർച്ചനയുടെ ഉള്ളുലഞ്ഞു. തന്നെ പോലെ തന്നെ ലോകം ഒറ്റപ്പെടുത്തിയ ഒരാളാണല്ലോ തന്റെ ഭർത്താവെന്ന തിരിച്ചറിവ് അവളിൽ വല്ലാത്തൊരു വേദനയുണ്ടാക്കി. മുറിയിൽ ബോധമില്ലാതെ കിടക്കുന്ന ആ അവനോട് അവൾക്ക് ആദ്യമായി ഒരു സഹതാപം തോന്നി. മോളെ, നീ ഇന്ന് രാത്രി എന്റെ കൂടെ കിടന്നോ? അവൻ ബോധം വരുമ്പോൾ നമുക്ക് പതിയെ സംസാരിക്കാം. അമ്മ അവളെ ചേർത്ത് പിടിച്ചു. ഒരു വശത്ത് സ്വന്തം മോളെ ഉപേക്ഷിച്ച് അവരുടെ സുഖം തേടിപ്പോയ സ്വന്തം അച്ഛനും അമ്മയും, മറുവശത്ത് മകനെ ഓർത്തുരുകുന്ന ഈ അച്ഛനും അമ്മയും. അവൾക്കൊന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. രാത്രി അമ്മയുടെ കൂടെയാണ് അവൾ കിടന്നത്. ഉറക്കമൊട്ടും കിട്ടിയിരുന്നില്ല. കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ജനൽ വിടവിലൂടെ മുറിയിലേക്ക് അടിച്ചു കയറിയ വെളിച്ചം കണ്ടാണ് അർച്ചന കണ്ണു തുറന്നത്. പതുക്കെ എഴുന്നേറ്റ് അവൾ രാഹുലിന്റെ മുറിക്ക് മുന്നിലെത്തി. വാതിൽ പകുതി തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അകത്ത് രാഹുൽ അപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ്. തലേന്നത്തെ അതേ വസ്ത്രങ്ങൾ, അതേ അലങ്കോലമായ അവസ്ഥ. അർച്ചന വാതിൽക്കൽ നിന്ന് അവനെ കുറച്ചു നേരം നോക്കി നിന്നു. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സംഘർഷമായിരുന്നു. താലി കെട്ടിയ ഭർത്താവിനോടുള്ള സ്നേഹമാണോ അതോ ലോകം ചതിച്ചൊരു മനുഷ്യനോടുള്ള സഹതാപമാണോ തനിക്ക് തോന്നുന്നതെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത്രയും നല്ലവനായിരുന്നോ ഏട്ടൻ? അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. അവൾ പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി. മുറിയിലാകെ മദ്യത്തിന്റെ രൂക്ഷഗന്ധവും സിഗരറ്റിന്റെ ചുവയും. അവൾ ഒട്ടും മടിക്കാതെ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. ചിതറിക്കിടന്ന വസ്ത്രങ്ങൾ അടുക്കി വെച്ചു. തറ അടിച്ചു വാരി. രാഹുലിന്റെ അരികിൽ ചെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ഉറക്കത്തിൽ പോലും എന്തോ വലിയ സങ്കടം അവൻ പേറുന്നത് പോലെ അവൾക്ക് തോന്നി. ആ മുഖത്തെ പരുക്കൻ ഭാവത്തിനിടയിൽ എവിടെയോ അച്ഛനും അമ്മയും പറഞ്ഞ പഴയ പാവം രാഹുൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. കുറച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ പതിയെ കണ്ണു തുറന്നു. തല പൊളിയുന്ന വേദനയോടെ അവൻ എഴുന്നേറ്റിരുന്നു. മുറി വൃത്തിയായി കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ ഒന്നമ്പരന്നു. അർച്ചന അവിടെ നിൽക്കുന്നത് കണ്ടതും അവൻ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. ഒരു വാക്കുപോലും സംസാരിക്കാതെ അവൻ തോർത്തെടുത്ത് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് രാഹുൽ മുറ്റത്തെ തെങ്ങിൻ ചുവട്ടിലെ കല്ലിൽ പോയിരുന്നു. വെറുതെ ദൂരേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൻ. അർച്ചന അപ്പോൾ അടുക്കളയിൽ നിന്നൊരു ഗ്ലാസ് ചായയുമായി അവന്റെ അടുത്തേക്ക് ചെന്നു. ചായ, അവൾ പതുക്കെ പറഞ്ഞു. രാഹുൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. എന്നിട്ടൊന്നും മിണ്ടാതെ ചായ വാങ്ങി. ഒരു നന്ദി പോലുമില്ല, ഒരു ചിരി പോലുമില്ല. അവൻ ചായ കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് ആ കല്ലിൽ തന്നെ വെച്ചു. അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ ചോദിച്ചു, എന്താ ഇനി എന്തിനാ നിൽക്കുന്നത്? അവന്റെ ശബ്ദത്തിലെ ആ അകൽച്ച അർച്ചനയെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ ഒന്നും മിണ്ടാതെ ഗ്ലാസ് എടുത്ത് തിരികെ നടന്നു. അപ്പോഴാണ് പന്തലിന്റെ സൈഡിൽ നിൽക്കുന്ന അമ്മ രാഹുലിന്റെ അടുത്തേക്ക് വന്നത്. രാഹുലെ, നീ ആ കൊച്ചിനോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കടാ. അതൊരു പാവമാണ് മോനെ. ആരുമില്ലാത്തൊരു കൊച്ചാണടാ. അവളെ ഒന്ന് സ്നേഹത്തോടെ കാണാൻ നിനക്ക് പറ്റില്ലേ? അമ്മയുടെ സ്വരത്തിൽ അപേക്ഷയായിരുന്നു. രാഹുൽ അപ്പോൾ ദേഷ്യത്തോടെ എഴുന്നേറ്റു. സ്നേഹിക്കാനോ? എനിക്ക് ആരോടും സ്നേഹമില്ല അമ്മേ. ഈ കല്യാണം തന്നെ വേണ്ടെന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞതല്ലേ. നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെ ഇതിലേക്ക് വലിച്ചയച്ചത്. ഞാൻ എന്റെ പാട് നോക്കി എങ്ങനെയെങ്കിലും ഒരറ്റത്ത് നടന്നോളാമായിരുന്നല്ലോ. ഇപ്പോൾ ആ പാവം പെണ്ണിന്റെ ജീവിതം കൂടി നിങ്ങൾ വെറുതെ കളഞ്ഞില്ലേ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെയല്ല രാഹുലെ, നിനക്കൊരു കൂട്ട് വേണമെന്ന് കരുതിയാണ്. അമ്മ എന്തോ പറയാൻ ശ്രമിച്ചു. കൂട്ടോ? ഒരു കുടിയന്റെ കൂടെയാണോ കൂട്ട് വേണ്ടത്? എനിക്ക് ആരോടും ഒരു ഉത്തരവാദിത്വവും വേണ്ട. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. രാഹുൽ അതും പറഞ്ഞ് വേഗം മുറ്റത്തു നിന്ന് നടന്നുപോയി. അർച്ചന ഇതെല്ലാം അകത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. രാഹുലിന്റെ വാക്കുകളിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ സ്വയം വെറുപ്പായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൻ അവനെ തന്നെ വല്ലാതെ വെറുക്കുന്ന പോലെ അവൾക്ക് തോന്നി. ആരെയും സ്നേഹിക്കാൻ അവൻ അർഹതയില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നത് പോലെ.
രാഹുൽ നടന്നുപോയ വശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അർച്ചനയുടെ ഉള്ളിൽ ഒരു ദൃഢനിശ്ചയം പോലെ വന്നു. ഞാൻ ഒരിക്കലും ഏട്ടനെ വിട്ടു പോവില്ല രാഹുലേട്ടാ. ഏട്ടൻ വിചാരിക്കുന്നത് പോലെ ഏട്ടനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഈ ഭൂമിയിൽ എനിക്ക് ഏട്ടനല്ലാതെ ഇനി ആരുമില്ല. ഏട്ടന്റെ തകർന്ന മനസ്സൊക്കെ മാറി ഏട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും, എനിക്ക് ഉറപ്പുണ്ട്. ആ പാവം പെണ്ണിന്റെ ജീവിതം കൂടി നിങ്ങൾ വെറുതെ കളഞ്ഞില്ലേ എന്ന് ഏട്ടൻ ഇപ്പോ അമ്മയോട് ചോദിച്ചില്ലേ? എന്നോട് ഏട്ടന് ദേഷ്യമില്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അത്രയും മതി. തിരികെ കൊണ്ടുവരണം എനിക്ക് ഏട്ടനെ. ഏട്ടന്റെ മനസ്സിലെ വിഷമമൊക്കെ മാറി ഏട്ടൻ എന്നെ സ്നേഹിക്കുന്ന രാഹുലേട്ടനാകും, എനിക്കറിയാം. പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അമ്മ അപ്പോൾ അർച്ചനയുടെ അരികിൽ വന്നു. മോളെ, അവൻ പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട. അവന്റെ ഉള്ളിൽ അത്രയ്ക്കും വിഷമം കിടപ്പുണ്ട്, അതുകൊണ്ടാ. അമ്മ പറഞ്ഞപ്പോൾ അർച്ചന ഒന്ന് പുഞ്ചിരിച്ചു. സാരമില്ലമ്മേ, എനിക്ക് മനസ്സിലാകും, ഏട്ടൻ മാറിക്കോളും. അവൾ വിഷമമൊന്നും കൂടാതെ പറഞ്ഞു. അന്നത്തോടുകൂടെ കല്യാണ തിരക്കുകളെല്ലാം കെട്ടടങ്ങിയിരുന്നു. മുറ്റത്തെ പന്തലിന്റെ അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്നു. വീടിനുള്ളിൽ ഒരു തരം വല്ലാത്ത നിശബ്ദത പടർന്നിരുന്നു. അർച്ചന അടുക്കളയിൽ അമ്മയെ സഹായിച്ചു കഴിഞ്ഞ് പതിയെ അവരുടെ മുറിയിലേക്ക് നടന്നു. ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തപ്പോൾ രാഹുലിനോടൊരു പ്രത്യേക സഹതാപവും അവൾക്ക് തോന്നി. അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ രാഹുൽ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. ജനലിലൂടെ വരുന്ന നിലാവെളിച്ചം മാത്രമാണുള്ളത്. അവൻ തന്റെ തലമുടിയിൽ വിരലുകൾ കോർത്ത് തല താഴ്ത്തി എന്തോ കഠിനമായി ആലോചിക്കുകയാണ്. അവന്റെ ആ ഇരിപ്പിൽ ഒരു വലിയ ലോകത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റിയ ഒരാളുടെ തളർച്ചയുണ്ടായിരുന്നു. അർച്ചന പതുക്കെ അപ്പോൾ അവന്റെ അരികിൽ ചെന്നിരുന്നു. അവൻ ഒന്ന് നോക്കിയെങ്കിലും ഉടനെ തന്നെ കണ്ണുകൾ പിൻവലിച്ചു. ഒരു വാക്കുപോലും അവൻ സംസാരിച്ചില്ല. അവൾ അവിടെ വന്നതും ഇരുന്നതും അവൻ അറിഞ്ഞ ഭാവമേ നടിച്ചില്ല. വലിയൊരു മൈൻഡൊന്നും കാണിക്കാതെ അവൻ തന്റെ ചിന്തകളിൽ തന്നെ മുഴുകിയിരുന്നു. അവന്റെ മുഖത്തെ ആ വലിഞ്ഞു മുറുക്കം കണ്ടപ്പോൾ അർച്ചനയ്ക്ക് വിഷമം തോന്നി. അവൻ തലമുടിയിൽ അമർത്തി പിടിക്കുന്നത് കണ്ടപ്പോൾ അവൾ പതുക്കെ ചോദിച്ചു, തലവേദനയാണോ ഏട്ടാ? ഒത്തിരി നേരമായല്ലോ ഇങ്ങനെ ഇരിക്കുന്നു. ആ ചോദ്യം കേട്ടതും രാഹുൽ പെട്ടെന്ന് തല ഉയർത്തി അവളെ നോക്കി. ആ നോട്ടത്തിൽ വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു. തന്റെ സ്വകാര്യതയിലേക്ക് ആരോ കടന്നു കയറിയതുപോലെയുള്ള ഒരു അസ്വസ്ഥത അവന്റെ കണ്ണുകളിൽ മിന്നി മറഞ്ഞു. നിന്നോടാരാ ഇതൊക്കെ ചോദിക്കാൻ ഏൽപ്പിച്ചത്? എനിക്ക് തലവേദനയാണോ വയറുവേദനയാണോ എന്നൊന്നും നീ നോക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി കിടന്നുറങ്ങാൻ നോക്ക്, രാഹുൽ പരുഷമായി പറഞ്ഞു. അർച്ചന ഒന്ന് പതറിപ്പോയി. എങ്കിലും അവൾ പിൻവാങ്ങിയില്ല. ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. അച്ഛൻ പറഞ്ഞു രാഹുലേട്ടൻ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന്. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അത് കേട്ടതും രാഹുൽ എഴുന്നേറ്റ് നിന്നു. അവന്റെ മുഖം ചുവന്നു തുടുത്തു. അച്ഛൻ എന്തൊക്കെയാ നിന്നോട് പറഞ്ഞത്? എന്റെ സങ്കടം തീർക്കാൻ ആരും വരണ്ട. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ കല്യാണം നടന്നത് തന്നെ എനിക്കിഷ്ടമില്ലാതെയാണ്. നിന്നെപ്പോലൊരു കൊച്ചിനെ ഈ നരകത്തിലേക്ക് കെട്ടിവലിച്ചത് തന്നെ എന്റെ അച്ഛനും അമ്മയും ചെയ്ത വലിയ തെറ്റാണ്. നിനക്ക് വേണമെങ്കിൽ ഇപ്പോഴും പോകാം, ഞാൻ തടയില്ല, അവൻ പറഞ്ഞു. അർച്ചനയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് പോകാൻ ഒരിടവുമില്ലെന്ന് രാഹുലേട്ടൻ അറിയില്ലേ? എന്നെ ആരും സ്നേഹിക്കാനില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. രാഹുലേട്ടൻ എന്നെ വെറുത്തോളൂ, പക്ഷേ ഈ കുടി നിർത്തിക്കൂടെ? പഴയ രാഹുൽ ആയിക്കൂടെ? രാഹുൽ അപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം തരിച്ചു നിന്നു. അവളുടെ ആ നിഷ്കളങ്കമായ ചോദ്യത്തിനു മുന്നിൽ അവന്റെ ദേഷ്യം പതിയെ അലിഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നി. പക്ഷേ തന്റെ ഉള്ളിലെ ആ വാശി അവനെ വീണ്ടും തടഞ്ഞു. അവൻ ഒന്നും മിണ്ടാതെ ജനലരികിലേക്ക് നടന്നു. പഴയ രാഹുൽ മരിച്ചുപോയി. ഇനി അവനെ ആർക്കും തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. നീ വെറുതെ മോഹിക്കണ്ട, പോയി കിടന്നുറങ്ങ്, അവൻ ശൂന്യതയിലേക്ക് നോക്കി പറഞ്ഞു. അർച്ചന അപ്പോൾ കട്ടിലിന്റെ ഒരു വശത്ത് തളർന്നിരുന്നു. രാഹുൽ ജനലിലൂടെ ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിന്നു. ആ മുറിയിൽ 2 പേരും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കിടയിൽ വലിയൊരു കടൽ പോലെ നിശബ്ദത പടർന്നു കിടന്നു. രാഹുലിന്റെ മനസ്സിലാണെങ്കിൽ എന്തൊക്കെയോ ദേഷ്യം വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞു മുറിയിലെ ആ ചെറിയ വെളിച്ചത്തിൽ രാഹുൽ അർച്ചനയെ രൂക്ഷമായൊന്നു നോക്കി. അവന്റെ കണ്ണുകളിൽ പടർന്ന ദേഷ്യത്തിനു പിന്നിൽ വലിയൊരു നിരാശയുണ്ടായിരുന്നു. അർച്ചനയുടെ ചോദ്യം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്നോട് തലവേദനയാണോ എന്ന് ചോദിക്കാനൊന്നും ഇനി വരരുത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ കാര്യത്തിൽ ഇടപെടാൻ? രാഹുൽ വീണ്ടും അവളോട് ശബ്ദമുയർത്തി. ഈ ലോകത്ത് നന്നായിട്ടൊന്നും ഒരു കാര്യവുമില്ല. നന്മയ്ക്കും സത്യത്തിനും വിലയില്ലാത്ത ഈ ലോകത്ത് വെറുതെ കിടന്ന് അഭിനയിക്കാൻ നിൽക്കണ്ട. നീ നിന്റെ പാട് മാത്രം നോക്കിയാൽ മതി, എന്നെ ഉപദേശിക്കാൻ വരണ്ട, അത്രയും പറഞ്ഞ് അവൻ കട്ടിലിന്റെ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്നു. പുതപ്പ് തലവഴി മൂടി പുറന്തിരിഞ്ഞു കിടക്കുന്ന രാഹുലിനെ നോക്കി അർച്ചന അപ്പോൾ നിശബ്ദയായി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ ആഗ്രഹിച്ച ജീവിതം ഇതല്ലായിരുന്നു. പക്ഷേ മുന്നോട്ടു പോകാൻ ഈ വഴിയേ ഉള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ പതിയെ കട്ടിലിന്റെ മറുഭാഗത്ത് ചെന്ന് കിടന്നു.
ഇടയ്ക്കിടെ രാഹുലിന്റെ വശത്തുനിന്ന് കേൾക്കുന്ന ദീർഘനിശ്വാസങ്ങൾ അവൻ ഉറങ്ങിയിട്ടില്ല എന്നതിന് തെളിവായിരുന്നു. 2 ശരീരങ്ങൾ ഒരേ കട്ടിലിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്കിടയിൽ വല്ലാത്തൊരകലം പടർന്നു കിടന്നു. പിറ്റേന്ന് പകൽ രാഹുലുമായി വലിയ ബന്ധമൊന്നുമില്ലാതെ അവൾ ആ വീട്ടിൽ കഴിച്ചുകൂട്ടി. മന്ദഗതിയിൽ സമയം കടന്നുപോയി. വൈകുന്നേരമായി. രാഹുൽ ആരെയും ശ്രദ്ധിക്കാതെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആഹാരം കഴിക്കുമ്പോൾ പോലും അർച്ചനയുടെ മുഖത്തേക്ക് അവൻ നോക്കിയില്ല. അർച്ചനയാകട്ടെ വീട്ടുജോലികളിലെല്ലാം മുഴുകി ആ വീട്ടിലെ ഒരാളായി മാറാൻ ശ്രമിക്കുകയായിരുന്നു. ഇടയ്ക്ക് അനിയത്തിക്കുട്ടി മീനുവിന്റെ കൂടെ കളിക്കുമ്പോൾ മാത്രമാണ് അവളുടെ മുഖത്തൊരു ചെറിയ ചിരി വിരിഞ്ഞത്. വൈകുന്നേരമായപ്പോൾ രാഹുൽ വസ്ത്രം മാറി പുറത്തേക്കിറങ്ങാൻ തയ്യാറെടുത്തു. അവൻ തന്റെ ബൈക്കിന്റെ കീ എടുക്കുന്നത് കണ്ടപ്പോൾ ഉമ്മറത്ത് നിന്നിരുന്ന അമ്മ അവന്റെ അടുത്ത് ചെന്നു. രാഹുലെ, നീ ഇതെങ്ങോട്ടാ ഈ നേരത്ത്? അമ്മ സ്നേഹത്തോടെ ചോദിച്ചു. ഞാൻ ഒരു സിനിമയ്ക്ക് പോവുകയാണ്, അല്പം വൈകും വരാൻ. രാഹുൽ വലിയ താല്പര്യമില്ലാതെ മറുപടി നൽകി. അവന്റെ ശബ്ദത്തിൽ സ്ഥിരമായുള്ള ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുമൊരു ശീലത്തിനു വേണ്ടി പോകുന്നത് പോലെ. അപ്പോളാണ് അമ്മ മുറിയിൽ നിന്നിരുന്ന അർച്ചനയെ നോക്കിയത്. എടാ, എങ്കിലും മോളെ കൂടി കൊണ്ടുപോയിക്കൂടെ? അവളെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയല്ലേ. സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ അവൾക്കും അതൊരു മാറ്റമാകുമല്ലോ. അമ്മയുടെ ആ നിർദ്ദേശം കേട്ടതും രാഹുലിന്റെ ഭാവം മാറി. അവൻ പടികളിറങ്ങി താഴെ നിന്നിട്ട് തിരിഞ്ഞു നോക്കി. എന്തിന്? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോകുന്നത്. അവൾ അവിടെ വന്നാൽ എനിക്ക് സമാധാനമായി ഒന്ന് ഇരിക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ രീതികളുണ്ടമ്മേ. എല്ലായിടത്തും പെണ്ണിനെ കൂടെ കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല. അത് കേട്ടതും അമ്മയുടെ മുഖം വാടി. അതെന്താടാ രാഹുലെ നീ ഇങ്ങനെ പറയുന്നത്? അവള് നിന്റെ ഭാര്യയല്ലേ. അവളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയാണോ? രാഹുൽ അപ്പോൾ ദേഷ്യത്തോടെ ബൈക്കിനടുത്തേക്ക് നടന്നു. ഭാര്യയോ? നിങ്ങൾ നിർബന്ധിച്ച് കെട്ടിച്ചതുകൊണ്ട് എന്റെ ഭാര്യ ആകില്ല അവൾ. എനിക്ക് എന്റെ ഫ്രീഡം വേണം. ഞാൻ എന്റെ മനസ്സിന് സമാധാനം കണ്ടെത്താൻ പുറത്തു പോയി ഒന്ന് ഇരിക്കാൻ നോക്കുമ്പോഴാണ് ഓരോ ഉപദേശങ്ങൾ. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൻ അർച്ചനയെ ഒന്നുകൂടെ നോക്കി. അവൾ വാതിൽ കട്ടിലയിൽ പിടിച്ചുകൊണ്ട് നിറ കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു. ആ നോട്ടം ഒരു നിമിഷം അവന്റെ ഉള്ളിൽ എന്തോ ചലിപ്പിച്ചെങ്കിലും അവൻ അത് പുറത്ത് കാണിച്ചില്ല. ആക്സിലേറ്റർ ആഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ മുറ്റത്തു നിന്ന് പാഞ്ഞുപോയി. ബൈക്കിന്റെ ശബ്ദം അകന്നു പോകുമ്പോൾ അർച്ചന അവനെ തന്നെ നോക്കുകയായിരുന്നു. റോഡിലെ പൊടിപടലങ്ങൾ അടങ്ങുന്നതും നോക്കി അവൾ നിന്നു. രാഹുലേട്ടൻ പറയുന്നത് സത്യമാണോ? നന്മയ്ക്ക് ഈ ലോകത്ത് ഒരു സ്ഥാനവുമില്ലേ? തന്റെ സ്നേഹത്തിന് രാഹുലേട്ടനെ മാറ്റാൻ കഴിയില്ലേ? ആ ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ അല തല്ലിക്കൊണ്ടിരുന്നു. ജീവിതം എങ്ങോട്ടാണെന്നൊന്നും അറിയില്ലെങ്കിലും അവൾ അങ്ങനെ തന്നെ നിന്നു. സിനിമ കഴിഞ്ഞ് രാത്രി വളരെ വൈകി രാഹുൽ വീട്ടിലെത്തുമ്പോൾ മുറ്റത്തെ ലൈറ്റുകൾ അണഞ്ഞിരുന്നു. പക്ഷേ ഉമ്മറത്തെ ഇരുട്ടിൽ അച്ഛൻ ദാസൻപിള്ള അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോളെ അദ്ദേഹത്തിന് മനസ്സിലായി ഇന്നും പഴയപടി തന്നെയാണെന്ന്. രാഹുൽ വണ്ടി സ്റ്റാൻഡിട്ടിറങ്ങിയപ്പോൾ കാലുകൾ ഉറക്കുന്നില്ലായിരുന്നു. മദ്യത്തിന്റെ രൂക്ഷഗന്ധം ആ രാത്രിയുടെ തണുപ്പിലും കലർന്നു. നീ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു രാഹുലെ? കല്യാണം കഴിഞ്ഞിട്ടും നിനക്ക് ഒരു മാറ്റവുമില്ലേ? ദാസൻപിള്ളയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാഹുൽ ഒന്നും മിണ്ടാതെ വേച്ച് അകത്തേക്ക് നടന്നു. മകന്റെ ആ പോക്ക് നോക്കി നിന്ന ശേഷം ദാസൻപിള്ള വിഷമത്തോടെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. കണ്ടില്ലേ സുശീലെ, ഒരു മാറ്റവുമില്ല. ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്നാലെങ്കിലും അവൻ നന്നാകുമെന്ന് നമ്മൾ കരുതി. പക്ഷേ ആ കുട്ടി വന്നതിപ്പോ ആ കുട്ടിക്ക് തന്നെ വിനയായെന്ന് തോന്നുന്നു. ആ പാവം കൊച്ചിനെ അവനൊന്നും നോക്കുന്നു പോലുമില്ല. അമ്മയപ്പോൾ കണ്ണുനീർ തുടച്ചു. എന്ത് ചെയ്യാനാ? ടെൻഷനായിട്ടാണോ എന്തോ അതിന് തലവേദനയായിട്ട് കിടക്കുകയാണ്. അതിന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ എനിക്ക് പാവം തോന്നുന്നു. നമ്മൾ അതിനെ ചതിച്ചോ എന്നൊരു തോന്നൽ. അച്ഛനും അമ്മയും പരസ്പരം നോക്കി. രാഹുൽ അപ്പോൾ തന്റെ മുറിയിലെത്തി വാതിൽ തള്ളി തുറന്നു. അകത്ത് ബെഡ്റൂമിലെ സീറോ ബൾബിന്റെ മങ്ങിയ വെളിച്ചം മാത്രം. കട്ടിലിന്റെ ഓരോരത്ത് ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന അർച്ചനയെ അവൻ കണ്ടു. തലവേദനയും മാനസികമായ തളർച്ചയും കാരണം അവൾ നേരത്തെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. വാതിലടച്ച് രാഹുൽ കട്ടിലിനരികിലിരുന്നു. മദ്യത്തിന്റെ ലഹരിയിൽ അവന്റെ മനസ്സ് നിയന്ത്രണത്തിലായിരുന്നില്ല. അതുവരെ അവളോട് കാണിച്ച അവഗണനയും ദേഷ്യവുമെല്ലാം ഏതോ ഒരു നിമിഷത്തിൽ വല്ലാത്തൊരാവേശത്തിന് വഴിമാറി. താലി കെട്ടിയ തന്റെ ഭാര്യയാണെന്ന ബോധം അവനിൽ വല്ലാത്തൊരവകാശമുണർത്തി. അവൻ പതുക്കെ അവളിലേക്കടുത്തു. ഉറക്കത്തിലായിരുന്ന അർച്ചന ആ മദ്യത്തിന്റെ ഗന്ധം അടുത്തറിഞ്ഞപ്പോൾ ഞെട്ടി ഉണർന്നു. രാഹുലിന്റെ സാമീപ്യം അവളെ പെട്ടെന്ന് ഭയപ്പെടുത്തി. അവൻ സ്നേഹത്തോടെയല്ല, മറിച്ച് വല്ലാത്തൊരു വാശിയോടെയാണ് തന്നിലേക്ക് പടരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. രാഹുലേട്ടാ വേണ്ട, എനിക്ക് വയ്യ. അവൾ പതുക്കെ അവനെ തടയാൻ നോക്കി. അവന്റെ കൈകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ ലഹരി മൂത്ത രാഹുൽ അവളുടെ വാക്കുകൾ കേട്ടില്ല. അവന്റെ പരുക്കൻ പെരുമാറ്റം അവളെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് പേടിയും മറുപുറത്ത് അവനോടുള്ള സഹതാപവും അവളുടെ ഉള്ളിൽ മിന്നി മറഞ്ഞു. തന്റെ ജീവിതം അവന് മുന്നിൽ അടിയറവ് വെച്ചതാണെന്നും താലി കെട്ടിയവനെന്ന നിലയിൽ തനിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നുമുള്ള തിരിച്ചറിവ് അവളെ തളർത്തി.
അവൾ പതുക്കെ തന്റെ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിച്ചു. അവന്റെ ആ പരുക്കൻ ഇടപെടലുകൾക്ക് അവൾ നിശബ്ദയായി കീഴടങ്ങി. സ്നേഹത്തിന്റെ തലോടലുകളേക്കാൾ ആവേശത്തിന്റെ കരുത്താണ് ആ രാത്രിയിൽ അവൾക്ക് അനുഭവപ്പെട്ടത്. കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തലയിണയിൽ പടരുമ്പോഴും തന്റെ ഭർത്താവിന്റെ ആ അവസ്ഥയിൽ അവൾ സഹകരിച്ചു കൊടുത്തു. ഒരു യന്ത്രത്തെ പോലെ അവൾ അവന് വഴങ്ങിക്കൊടുത്തു. രാഹുൽ തന്റെ ആവേശം തീർത്തുറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അർച്ചന ആ ഇരുട്ടിൽ കണ്ണുകൾ തുറന്നു കിടന്നു. ഇത് തന്റെ വിധിയാണോ അതോ മാറ്റത്തിന്റെ തുടക്കമാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും ആ രാത്രി അവളിൽ വല്ലാത്തൊരു മരവിപ്പ് പടർത്തിയിരുന്നു. തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ആ മുറിക്കുള്ളിലെ നിശബ്ദതയിൽ അലിഞ്ഞു പോകുന്നതുപോലെ അവൾക്ക് തോന്നി. പിറ്റേന്ന് ജനൽ വിടവിലൂടെ മുറിയിലേക്ക് അടിച്ചു കയറിയ വെളിച്ചം കണ്ണുകളിൽ തട്ടിയപ്പോഴാണ് രാഹുൽ ഉണർന്നത്. തലേന്നത്തെ മദ്യത്തിന്റെ ഭാരവും ഉറക്കച്ചടവും ഉണ്ടായിരുന്നുവെങ്കിലും രാത്രി നടന്ന കാര്യങ്ങൾ ഓരോന്നായി അവന്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു. അർച്ചനയുടെ ആ വിറയ്ക്കുന്ന കൈകളും അവളുടെ നിശബ്ദമായ കണ്ണുനീരും അവസാനം അവൾ തനിക്ക് കീഴടങ്ങിയതുമെല്ലാം ഒരു സിനിമയിൽ എന്ന പോലെ അവന്റെ കൺമുന്നിൽ മിഞ്ഞു മറഞ്ഞു. അവൻ പതുക്കെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. മുറിയിൽ അർച്ചനയില്ലായിരുന്നു. അവൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് പോയിരിക്കുന്നു. കട്ടിലിലെ വിരികൾ ചുക്കിച്ചുളിഞ്ഞു കിടക്കുന്നു. അത് നോക്കി നിന്നപ്പോൾ രാഹുലിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ? അവന്റെ മനസ്സ് ചോദിച്ചു. ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ ലഹരിയുടെ പുറത്ത് അവളെ കീഴ്പ്പെടുത്തിയത് ശരിയായില്ലെന്നൊരു കുറ്റബോധം അവനിൽ മുളപൊട്ടി. പക്ഷേ ഉടനെ തന്നെ അവന്റെ ഉള്ളിലെ പുരുഷാഹങ്കാരം ഉണർന്നു. അതിനെന്താ, അവൾ എന്റെ ഭാര്യയല്ലേ? ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേ? അവൾക്ക് മേലെ എനിക്ക് അവകാശമില്ലേ? എങ്കിലും ആ ന്യായീകരണങ്ങൾക്കിടയിലും എവിടെയോ ഒരു നീറ്റൽ ബാക്കിയായി. അതുവരെ അകൽച്ച മാത്രം തോന്നിയിരുന്ന ആ പെണ്ണിനോട് ഏതോ ഒരു നിമിഷം ഉള്ളിന്റെ ഉള്ളിൽ ഒരു തരം ഇഷ്ടം, അല്ലെങ്കിൽ ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നത് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ അത് പുറത്തു കാണിക്കാൻ അവന്റെ വാശി സമ്മതിച്ചില്ല. അവളോട് എങ്ങനെ സംസാരിക്കണം, അവളുടെ മുഖത്തെങ്ങനെ നോക്കണമെന്നറിയാത്ത ഒരു തരം വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവൻ. രാഹുൽ പതുക്കെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കാം. അവൻ പതിയെ ഡൈനിങ് ടേബിളിനരികിലേക്ക് ചെന്നു. അർച്ചന അവിടെ ചായ എടുക്കുകയായിരുന്നു. രാഹുൽ വരുന്നത് കണ്ടതും അവൾ ഒന്ന് തറഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിൽ തലേന്നത്തെ ആ ഭയത്തിന്റെ നിഴൽ ബാക്കിയുണ്ടായിരുന്നു. മുഖത്തൊരു മരവിപ്പ് പടർന്നിരിക്കുന്നു. രാഹുൽ കസേരയിൽ ഇരുന്നു. സാധാരണ അങ്ങനെയുള്ള സമയത്ത് അവൻ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെടാറുള്ളതാണ്. എന്നാൽ അന്ന് രാഹുൽ നിശബ്ദനായിരുന്നു. അർച്ചന വിറയ്ക്കുന്ന കൈകളോടെ ചായ ഗ്ലാസ് അവന്റെ മുന്നിൽ വെച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവന്റെ നോട്ടം ആ ചായ ഗ്ലാസ്സിലായിരുന്നു. പക്ഷേ ആ പഴയ ദേഷ്യം അവന്റെ മുഖത്തില്ലായിരുന്നു. അവളോട് അടുക്കാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും എങ്ങനെ തുടങ്ങണമെന്നറിയാത്ത ഒരു ജാള്യത അവനെ തടഞ്ഞു. അവൻ ചായ കുടിച്ചു തീർത്തു. അർച്ചന അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവൻ പതുക്കെ ഗ്ലാസ് താഴെ വെച്ചു. സാധാരണ കടുപ്പത്തോടെ മാത്രം ഗ്ലാസ് വയ്ക്കുന്ന രാഹുൽ അപ്പോൾ വളരെ പതുക്കെയാണ് അത് വെച്ചത്. ശേഷം അവൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു. മുറ്റത്ത് നിൽക്കുമ്പോഴും അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അർച്ചന പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടു. അവൾ തുണി ഉണക്കാനിടുകയായിരുന്നു. അവൻ അവളെ ശ്രദ്ധിക്കാത്ത ഭാവം നടിച്ചുവെങ്കിലും അവന്റെ കണ്ണ് അവളിലായിരുന്നു. അവളുടെ ഓരോ ചലനവും അവൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദേഷ്യപ്പെടാനോ ചീത്ത വിളിക്കാനോ അവന് തോന്നിയില്ല. പകരം അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ അവളോടൊന്ന് മിണ്ടണമെന്നോ ഉള്ള വല്ലാത്തൊരാഗ്രഹം അവനിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ തന്റെ ഉള്ളിലെ ആ കരിനിയൽ, ആ പഴയ ഓർമ്മകൾ അവനെ വീണ്ടും തടഞ്ഞു. പഴയ എന്തോ ഒരു ചിന്ത അവനെ വീണ്ടും പിടിച്ചുലച്ചു. അവൻ ബൈക്കിന്റെ കീ എടുത്ത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. പോകുന്നതിന് മുൻപ് അവൻ അർച്ചനയെ ഒന്നുകൂടെ നോക്കി. അവൾ അപ്പോൾ മറ്റെവിടേക്കോ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ മുമ്പത്തെ പോലെ ആക്സിലേറ്റർ ആഞ്ഞു കൊടുത്തില്ല. പതുക്കെ ശാന്തനായി അവൻ റോഡിലേക്ക് ഇറങ്ങി. ആ രാത്രിയിലെ സംഭവം അവനിൽ വരുത്തിയ മാറ്റം ചെറുതൊന്നുമായിരുന്നില്ല. സ്നേഹം കൊണ്ടല്ലെങ്കിലും ഒരു ശാരീരിക ബന്ധത്തിലൂടെ അവൾ തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. അമ്മ ദൂരെ നിന്ന് ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. രാഹുലിന്റെ മുഖത്തെ ആ മാറ്റം, അവന്റെ ശാന്തത, അത് അവർക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. മോളെ, അവൻ ഇന്ന് ചൂടായില്ലല്ലോ, അത് നല്ലൊരു ലക്ഷണമാണ്, അമ്മ അർച്ചനയുടെ അരികിൽ ചെന്ന് പറഞ്ഞു. അർച്ചന ഒന്നും മിണ്ടിയില്ല. തന്റെ കഴുത്തിലെ താലിയിൽ തലോടുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഓർമ്മ വന്നു. രാഹുലിന്റെ ആ ചെറിയ മാറ്റം സത്യമാണോ എന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. എങ്കിലും ആ മൗനത്തിനു പിന്നിൽ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. സമയം പോയി. വൈകുന്നേരം രാഹുൽ മുറ്റത്ത് ബൈക്ക് നിർത്തി പടികൾ കയറി വരുമ്പോൾ അമ്മ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ ദാസൻപിള്ള എവിടെയോ പുറത്തു പോയിരിക്കുകയാണ്. രാഹുലിന്റെ നടത്തത്തിലും നോട്ടത്തിലും ഒരു ശാന്തതയുണ്ടായിരുന്നു. ഇന്ന് അവൻ കുടിച്ചിട്ടില്ലെന്ന് അമ്മയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി.
അവൻ അകത്തേക്ക് കയറിയപ്പോൾ അർച്ചന അടുക്കളയിൽ എന്തോ പണിയിലായിരുന്നു. അവൾ അവിടെ ഉണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ഒന്ന് അങ്ങോട്ട് നോക്കിയെങ്കിലും ഉടനെ തന്നെ കണ്ണു വെട്ടിച്ചു. ഡാ രാഹുലേ, നീ വന്നോ? അമ്മ സ്നേഹത്തോടെ ചോദിച്ചു. അമ്മ ഒരു കാര്യം പറയട്ടെ മോനെ, നീ മോളെയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് വിരുന്നിന് പോയിട്ട് വാടാ. കല്യാണം കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ പോയി കയറേണ്ട ഒരു ചടങ്ങുണ്ടല്ലോ, അതൊന്നും നടന്നിട്ടില്ല. നീ ഒന്ന് അതിനെയും കൂട്ടി നാളെയോ മറ്റന്നാളോ ഒന്ന് പോയിട്ട് വാ. രാഹുൽ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ കയ്യിലുള്ള താക്കോലിലേക്ക് നോക്കി വെറുതെ നിന്നു. നീ എന്താ ഒന്നും പറയാത്തത്? അവൾക്കും അതൊരു സന്തോഷമാകുമടാ, അമ്മ വീണ്ടും നിർബന്ധിച്ചു. അപ്പോഴും രാഹുൽ മൗനത്തിലായിരുന്നു. അവൻ ഒന്നും പറയാതെ അകത്തെ മുറിയിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് അർച്ചന അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് വന്നത്. അവളുടെ നനഞ്ഞ കൈകൾ ചുരിദാറിന്റെ തുമ്പിൽ തുടയ്ക്കുന്നുണ്ടായിരുന്നു. രാഹുൽ അവളെ ഒന്ന് ഇടം കണ്ണാലെ നോക്കി. അവളും അവനെ ഒന്ന് നോക്കി. പക്ഷേ അവനൊന്നും മിണ്ടാതെ വേഗം സ്റ്റെപ്പ് കയറി മുകളിലെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തി ജനാലയ്ക്കൽ നിൽക്കുമ്പോൾ രാഹുലിന്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞെന്നും തന്റെ ജീവിതം മാറിയെന്നും അവനറിയാം. ഇന്നലെ രാത്രി ലഹരിയുടെ പുറത്താണെങ്കിലും അവൾ തന്റെ ശരീരത്തോട് ചേർന്നത് അവൻ ഓർത്തു. അവളെ വിലയില്ലാത്തവനാണ് താനെന്നോ വേണ്ടാത്തവനാണെന്നോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ താലി കെട്ടിയവൻ എന്ന നിലയിൽ അവൾ തനിക്ക് വഴങ്ങിത്തന്നതോർക്കുമ്പോൾ അവനിൽ വല്ലാത്തൊരു സഹതാപം തോന്നി. തന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിട്ടും ആ പാവം പെണ്ണ് തന്റെ കൂടെ ജീവിക്കാൻ ശ്രമിക്കുകയാണല്ലോ എന്ന ചിന്ത അവനെ പൊള്ളിച്ചു. അവൻ ആലോചനയിൽ മുഴുകി നിൽക്കുമ്പോഴാണ് അർച്ചന മുറിയിലേക്ക് വന്നത്. അവൾ പതിയെ അവന്റെ അരികിലേക്ക് നടന്നു. ഏട്ടാ, അവൾ പതുക്കെ വിളിച്ചു. ആ വിളിയിൽ വല്ലാത്തൊരാർദ്രതയുണ്ടായിരുന്നു. രാഹുൽ അപ്പോൾ തിരിഞ്ഞു നോക്കി. അവൾ അപ്പോൾ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഏട്ടാ, അമ്മ പറഞ്ഞ പോലെ വിരുന്നിനും സൽക്കാരത്തിനും ഒന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ എന്നെ ഒന്ന് എന്റെ വീട്ടിൽ കൊണ്ടുപോകാമോ? അവൾ അത്രയും അടുത്തു വന്ന് അത്രയും സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ രാഹുലിന്റെ മനസ്സിലെ ആ കടുപ്പമെല്ലാം ഉരുകിപ്പോകുന്നത് പോലെ അവന് തോന്നി. എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. എനിക്ക് ചടങ്ങുകളോടും വിരുന്നുകളോടും ഒന്നും വലിയ താല്പര്യമില്ല, അവൻ പരുക്കൻ ഭാവത്തിൽ തന്നെ പറഞ്ഞു. അതല്ല ഏട്ടാ, വിരുന്നിനല്ല. എന്റെ മുത്തശ്ശിക്ക് വയ്യാതെ കിടപ്പാണ്. കല്യാണത്തിന് വരാൻ പറ്റിയിട്ടില്ല. മുത്തശ്ശിക്ക് ഏട്ടനെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. ഏട്ടനൊന്ന് വരാമോ? രാഹുൽ അപ്പോൾ ഒന്നും മിണ്ടാതെ അവളെ നോക്കി. മുത്തശ്ശിക്ക് അവനെ കാണണമെന്ന് പറയുന്നത് കേട്ടപ്പോൾ അവൻ എന്തൊക്കെയോ തോന്നി. താൻ ശരിക്കും അവളുടെ ആരോ ആണല്ലോ എന്ന ചിന്ത അവനിൽ വല്ലാത്തൊരു ഉത്തരവാദിത്തമുണ്ടാക്കി. അവിടെ വേറെ ആരെയും എനിക്ക് കാണാനില്ല ഏട്ടാ. ഒരു ശല്യം ഒഴിവാക്കുന്നത് പോലെയാണ് അവരെന്നെ കെട്ടിച്ചയച്ചത്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കഥ ഏട്ടൻ അറിയാലോ. അവരുടെ സ്നേഹമൊക്കെ എനിക്ക് ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടതാണ്. പക്ഷേ മരണം കൊണ്ടല്ല. അവളുടെ ശബ്ദമൊന്നിടറി. എന്നെ വേണ്ടാത്തത് കൊണ്ടാണ് അവര് പോയത്. ഒരാള് മരിച്ചു പോയാൽ നമുക്ക് സമാധാനിക്കാം. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവര് നമ്മളെ സ്നേഹിച്ചിരുന്നല്ലോ എന്ന് ഓർക്കാം. പക്ഷേ ജീവിച്ചിരിക്കെ നമ്മളെ ഉപേക്ഷിച്ചു പോയാൽ അത് താങ്ങാൻ പറ്റില്ല. രണ്ടാൾക്കും നല്ല ജീവിതം കിട്ടിയപ്പോൾ ഞാൻ അവർക്കൊരു ഭാരമായി തോന്നിയിട്ടുണ്ടാകും. പിന്നെ മുത്തശ്ശിയായിരുന്നു എനിക്കെല്ലാം. മുത്തശ്ശിക്ക് ഏട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. അവള് തന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങളും ഒറ്റപ്പെട്ടുപോയ കുട്ടിക്കാലത്തെക്കുറിച്ചും ലളിതമായി പറഞ്ഞു. അതെല്ലാം കേട്ടു നിന്നപ്പോൾ രാഹുലിന്റെ മനസ്സിൽ അവളോട് വല്ലാത്തൊരു സഹാനുഭൂതി തോന്നി. ലോകം ചതിച്ച തന്നെ പോലെ തന്നെ വിധിയാൽ തോൽപ്പിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രതീക്ഷയും സങ്കടവും കലർന്നു നിൽക്കുകയായിരുന്നു. അർച്ചന അവളുടെ നിറഞ്ഞ കണ്ണുകൾ ചുരിദാറിന്റെ കൈകൾ കൊണ്ട് തുടയ്ക്കുന്നത് കണ്ടപ്പോൾ രാഹുലിന്റെ ഉള്ളിൽ വലിയൊരു കുറ്റബോധം തിരതല്ലി. ഏട്ടാ, എന്നെ നന്നായി നോക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഒന്ന് പരിഗണിച്ചാ മതി. മുന്നോട്ട് ജീവിക്കാൻ ഒരാള് കൂടെ ഉണ്ടെന്ന തോന്നല് മാത്രം മതി എനിക്ക്. ഇതുവരെ അങ്ങനെ ഒരാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ആർക്കും വേണ്ടാത്തവളായി എല്ലാവരുടെയും മാട്ടും തുപ്പും മാത്രം കേട്ട് വളർന്നവളാ ഞാൻ. ഇന്നലെ മദ്യത്തിന്റെ പുറത്താണെങ്കിലും ഏട്ടൻ എന്നെ ചേർത്തു പിടിച്ചപ്പോൾ എന്റെ സ്വന്തമാണല്ലോ എന്ന് തോന്നിപ്പോയി. എന്നെ അവഗണിക്കാതിരുന്നൂടെ? സങ്കടമടക്കാൻ കഴിയാതെ അവൾ പൊട്ടിക്കരഞ്ഞപ്പോൾ രാഹുൽ ആകെ വല്ലാതായി പോവുകയായിരുന്നു. താൻ എത്ര വലിയ തെറ്റാണ് അവളോട് ചെയ്യുന്നതെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു. തന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ടായിരുന്നുവെങ്കിൽ അച്ഛനും അമ്മയും എത്ര നിർബന്ധിച്ചാലും കല്യാണത്തിന് സമ്മതിക്കരുതായിരുന്നു. ഇതിപ്പോൾ കല്യാണം കഴിച്ച് വീട്ടിൽ കയറ്റിയ പെണ്ണിനോട് പരിഭവവും ദേഷ്യവും കാണിച്ച് അവളെ വിഷമിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ലെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. രാഹുൽ പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. എന്തു പറയണം, എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അർച്ചന, അവൻ പതുക്കെ വിളിച്ചു.
എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. ഞാനും ഒരു തരത്തിൽ ഒറ്റപ്പെട്ടു പോയവൻ തന്നെയാണ്. ഒരുപാട് സഹായിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ എനിക്കും വല്ലാത്തൊരു ദേഷ്യമായിരുന്നു എല്ലാവരോടും. അതിന്റെ പുറത്താണ് നിന്നോടും ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അവൻ അവളുടെ കൈകളിൽ പതിയെ പിടിച്ചു. പിന്നെ ഇന്നലെ അങ്ങനെ പറ്റിപ്പോയതാണ്. സോറി. മദ്യപിച്ചിട്ടാണെങ്കിലും താലി കെട്ടിയ പെണ്ണാണെന്ന് എന്റെ മനസ്സിന് തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സോറി. രാഹുൽ അത്രയും പറഞ്ഞപ്പോഴേക്കും അർച്ചനയുടെ ഉള്ളിലെ സങ്കടം അണ പൊട്ടി ഒഴുകി. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ ഷർട്ടിൽ അവളുടെ കണ്ണുനീർ പടർന്നു. സാരമില്ല ഏട്ടാ, എന്നെ പൂർണ്ണമായി എടുത്തോളൂ. ഞാൻ ഏട്ടനുള്ളവള് തന്നെയാണ്. എന്നെ തനിച്ചാക്കില്ലെന്ന് മാത്രം പറഞ്ഞാ മതി, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. രാഹുൽ അപ്പോൾ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. തന്റെ നെഞ്ചിലെ ചൂടിൽ അവൾ സമാധാനം കണ്ടെത്തുന്നത് അവൻ അറിഞ്ഞു. ഇത്രയും കാലം താൻ തേടി നടന്ന ആശ്വാസം ഒരു പെണ്ണിന്റെ അരികിലുണ്ടായിരുന്നു എന്നവൻ വൈകി തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ അവൻ അവളുടെ തലയിൽ പതുക്കെ തലോടി. അർച്ചന, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ പരിക്കനായതെന്ന് നിനക്കറിയണോ? എന്റെ പഴയ കാര്യങ്ങൾ. അവൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അർച്ചന തന്റെ വിരലുകൾ അവന്റെ ചുണ്ടിൽ വെച്ചു. വേണ്ട ഏട്ടാ, അതൊന്നും പറയണ്ട. എല്ലാം എനിക്കറിയാം. കഴിഞ്ഞതൊന്നും ഏട്ടൻ ഇനി ഓർക്കണ്ട. ഇവിടുന്ന് അങ്ങോട്ട് എന്റെ ഏട്ടനായിട്ട്, അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. രാഹുൽ അപ്പോൾ അവളുടെ മുഖം തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. അവളുടെ നെറ്റിയിൽ അവൻ പതുക്കെ ഒരു ചുംബനം നൽകി. ആ ചുംബനത്തിൽ മാപ്പപേക്ഷയും സ്നേഹവും ഒരുപോലെ ഉണ്ടായിരുന്നു. അർച്ചന കണ്ണുകൾ പൂട്ടി ആ സ്നേഹം ആവോളം അനുഭവിച്ചു. പതുക്കെ അവർ പരസ്പരം വാരിപ്പുണർന്നു. തന്റെ പരുക്കൻ സ്വഭാവം കൊണ്ട് ഈ പാവം പെണ്ണിനെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന തിരിച്ചറിവ് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. പെട്ടെന്നാണ് താഴെ നിന്ന് അമ്മയുടെ വിളി വന്നത്. അർച്ചനെ, മോളെ, രാഹുലെ, താഴേക്ക് വാ, ചായ തണുത്തു പോകുന്നു. അമ്മയുടെ വിളി കേട്ടതും അർച്ചന വേഗം രാഹുലിൽ നിന്നും അകന്നു മാറി. അവൾ വെപ്രാളപ്പെട്ട് കണ്ണുകൾ തുടച്ചു. കരഞ്ഞു കലങ്ങി അവളുടെ മുഖം കണ്ടാൽ അമ്മയ്ക്ക് സങ്കടമാകുമെന്ന് അവൾ ഭയപ്പെട്ടു. പക്ഷേ രാഹുൽ അവളുടെ കൈകളിൽ പതുക്കെ പിടിച്ചു. പേടിക്കണ്ട, സാരമില്ല, അവൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. അത് അവൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. അവർ താഴേക്ക് ചെന്നപ്പോൾ മീനുവും അമ്മയും അവരെ തന്നെ നോക്കി. രാഹുലിന്റെ മുഖത്തെ ആ പഴയ കടുപ്പം കുറഞ്ഞത് അമ്മ തിരിച്ചറിഞ്ഞു. മോൾക്ക് എന്താ പറ്റിയത്? കണ്ണു ചുവന്നിരിക്കുന്നല്ലോ, അമ്മ ചോദിച്ചു. അത് കണ്ണിൽ എന്തോ കരട് പോയതാ അമ്മേ, അർച്ചന പറഞ്ഞു. മീനു അപ്പോൾ പതുക്കെ അർച്ചനയെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. ചേട്ടനും ചേച്ചിയും തമ്മിലുള്ള മഞ്ഞുരുകി തുടങ്ങിയെന്ന് അവൾക്കും മനസ്സിലായ പോലെ. രാത്രിയായി. വീടൊന്നാകെ നിശബ്ദതയിലാണ്ടു. അത്താഴം കഴിഞ്ഞെല്ലാവരും ഉറങ്ങാൻ പോയി. അർച്ചന അമ്മയെ സഹായിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ രാഹുൽ ജനലിലൂടെ വെളിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ വാതിൽ പതുക്കെ ചാരി അവന്റെ അരികിലേക്ക് ചെന്നു. തലേന്നത്തെ പോലെയല്ല ഇന്ന് ആ മുറിയിലെ അവസ്ഥ. പേടിയും മദ്യത്തിന്റെ ഗന്ധവുമില്ലാത്തൊരന്തരീക്ഷം. രാഹുൽ പതുക്കെ തിരിഞ്ഞ് അവളെ നോക്കി. അവളുടെ മുഖത്തെ ആ ഭയം മാറിയത് അവൻ കണ്ടു. അവൻ അവളുടെ കൈകൾ ചേർത്തു പിടിച്ചു. വാ, ഇന്നലെ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ, അവൻ പതുക്കെ ചോദിച്ചു. അർച്ചന ഒന്നും മിണ്ടിയില്ല. അവൾ പരിഭവമൊന്നുമില്ലാതെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ നിറയെ അവനോടുള്ള അവളുടെ സ്നേഹമുണ്ടായിരുന്നു. രാഹുൽ അവളെ പതുക്കെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ലഹരിയുടെ ബലത്തിലല്ലാതെ മനസ്സറിഞ്ഞ് അവൻ അവളെ ചുംബിക്കുമ്പോൾ അർച്ചനയുടെ ഉള്ളിലെ അവസാനത്തെ സങ്കടവും മായുകയായിരുന്നു. ഇന്നലെ സമ്മതമില്ലാതെയാണെങ്കിൽ ഇന്ന് പൂർണ്ണ സമ്മതത്തോടെ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ, ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയെ. അത് കേട്ടപ്പോൾ അർച്ചനയുടെ കണ്ണ് നിറഞ്ഞു. അവൾ മറുപടി ഒന്നും പറയാതെ അവനിലേക്ക് ചേർന്നു. ആ രാത്രി അവർ ശരിക്കും ഒന്നാവുകയായിരുന്നു. തന്റെ ഭർത്താവിന്റെ നെഞ്ചിലെ ചൂടിൽ കിടക്കുമ്പോൾ താൻ ഇനി ഈ ലോകത്ത് തനിച്ചല്ലെന്ന വലിയൊരു ബോധം അർച്ചനയുടെ മനസ്സ് നിറച്ചു. താലി കെട്ടിയവൻ തന്റെ മനസ്സറിഞ്ഞു തുടങ്ങിയെന്ന് അവൾ തിരിച്ചറിഞ്ഞ രാത്രിയായിരുന്നു അത്. ആ രാത്രി അവരുടെ ജീവിതത്തിലെ എല്ലാ അകൽച്ചയും കഴുകിക്കളഞ്ഞു. പിറ്റേന്ന് രാവിലെ മുറിയിലേക്ക് അടിച്ചു കയറിയ വെളിച്ചത്തിനൊപ്പം അർച്ചനയുടെ മുഖത്തും ഒരു പുതിയ തെളിച്ചമുണ്ടായിരുന്നു. അർച്ചന കുളിച്ച് പ്രാർത്ഥിച്ച് ചായയുമായി വന്നപ്പോൾ രാഹുൽ ഒരു പുതിയ ഉന്മേഷത്തിലായിരുന്നു. അർച്ചനയെ കണ്ടതും അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. ഏട്ടാ, ചായ, അവൾ ഗ്ലാസ് നീട്ടി. ചായ വാങ്ങുന്നതിനു പകരം രാഹുൽ അവളുടെ കൈപിടിച്ച് പതുക്കെ അവന്റെ അരികിലേക്ക് ഇരുത്തി. അപ്രതീക്ഷിതമായ നീക്കത്തിൽ അവൾ ഒന്ന് പതറി. രാഹുൽ പതുക്കെ അവളുടെ കവിളിൽ തലോടിയിട്ട് അവളുടെ നെറ്റിയിലും കവിളിലും സ്നേഹത്തോടെ ഒന്ന് ഉമ്മ വെച്ചു. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നലെ രാത്രി സൈബർ പാർക്കിൽ നിന്ന് മെസ്സേജ് വന്നിരുന്നു.
അടുത്ത ആഴ്ച എനിക്ക് അവിടെ ജോയിൻ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ IT പണിയൊക്കെ ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതായിരുന്നു. അന്ന് കേസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ എനിക്കൊന്നിനോടും ഒരു താല്പര്യവും ഇല്ലാതായി. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കണം, വൈകുന്നേരം മദ്യപിക്കാൻ കുറച്ച് പൈസ കിട്ടണം, അതിനു വേണ്ടി മാത്രം എന്തെങ്കിലും പണിക്ക് പോകും. അതായിരുന്നു ഇത്രയും കാലം എന്റെ രീതി. പക്ഷേ ഇനി അത് പോരല്ലോ. എനിക്ക് നിന്നെ നോക്കണം. എന്നെ വിശ്വസിച്ച് കഴുത്ത് നീട്ടിയ പെണ്ണിന് നല്ലൊരു ജീവിതം തരണം. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇനി പഴയ പോലെ ഓഫീസിൽ തന്നെ പോകാം. അത് കേട്ടതും അർച്ചനയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ സ്നേഹത്തോടെ അവന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. വേഗം ഒരുങ്ങിക്കോ, മുത്തശ്ശിയെ കാണാൻ പോകണ്ടേ, നമുക്ക് ഇറങ്ങണ്ടേ, രാഹുൽ ഉഷാറോടെ പറഞ്ഞു. അർച്ചന സന്തോഷത്തോടെ ചിരിച്ചു. മുറിയിൽ ചായ കുടിച്ചു കഴിഞ്ഞ് അർച്ചന പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. മുടി പിന്നിയിട്ട് ചന്ദന നിറമുള്ള ഒരു ചുരിദാർ അണിഞ്ഞ് അവൾ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു. അവളുടെ മുഖത്തെ പേടിയെല്ലാം മാറി ഒരു ചെറിയ തിളക്കം വന്നിട്ടുണ്ടായിരുന്നു. അർച്ചന കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ ചുരിദാറിന്റെ ഷോൾ ഒന്ന് ശരിയാക്കി. അപ്പോഴാണ് രാഹുൽ പതുക്കെ അവളുടെ പിന്നിൽ വന്നു നിന്നത്. അവൻ ഡ്രസ്സിംഗ് ടേബിളിൽ ഇരുന്ന ആ ചെറിയ കുങ്കുമച്ചപ്പ് കയ്യിലെടുത്തു. വിരൽത്തുമ്പിൽ അല്പം ചുവപ്പ് പടർത്തി അവൻ അവളുടെ നെറ്റിയിലേക്ക് നീങ്ങി. രാഹുലിന്റെ വിരലുകൾ തന്റെ നെറ്റിയിൽ തൊട്ടപ്പോൾ അർച്ചന അറിയാതെ ഒന്ന് കണ്ണുകൾ പൂട്ടി. ആ സിന്ദൂരം ചാർത്തിക്കഴിഞ്ഞ് അവൻ അവളെ പതുക്കെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചു. അവളുടെ നെഞ്ച് അവന്റെ നെഞ്ചോട് ചേർന്നപ്പോൾ രണ്ടുപേരുടെയും ഹൃദയമിടിപ്പുകൾ ഒരേ താളത്തിൽ അടിക്കുന്നത് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഏട്ടൻ എന്നെ ഇപ്പോ പൂർണ്ണമായും ഇഷ്ടമാണോ? അവൾ ചോദിച്ചു. രാഹുൽ അവളുടെ മുഖം അപ്പോൾ അവന്റെ കൈകളിൽ കോരിയെടുത്തു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു, ഇഷ്ടമില്ലാത്ത പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമോടി? പഴയതൊക്കെ വിട്ടേക്ക്, ഇനി നിന്റെ ഏട്ടൻ മാറും. രാഹുൽ ചിരിച്ചു. ഒപ്പം അവളും. ശരിക്കും അവൻ പുതിയൊരു രാഹുലായിരുന്നു അപ്പോൾ. അവർ രണ്ടുപേരും കൂടി താഴേക്കിറങ്ങി വരുമ്പോൾ മുറ്റത്ത് അമ്മയും അച്ഛനും മീനുവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രാഹുലിന്റെ നടത്തത്തിലെ ആ ഉറപ്പും തെളിഞ്ഞ മുഖവും കണ്ടപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് വലിയൊരു ചിരി വിരിഞ്ഞു. മദ്യത്തിന്റെ ഗന്ധമില്ലാതെ അവനെ കാണാൻ അവർ എത്ര കാലമായി കാത്തിരിക്കുന്നു. നേരം വൈകണ്ട മക്കളെ, പോയി വാ, അച്ഛൻ ദാസൻപിള്ള സന്തോഷത്തോടെ പറഞ്ഞു. മീനു അപ്പോൾ അർച്ചനയെ നോക്കി ചിരിച്ചു. അമ്മ അർച്ചനയുടെ അരികിൽ വന്ന് അവളുടെ തലയിൽ പതുക്കെ തലോടി. നന്നായി വരും മോളെ, ദൈവം നിങ്ങളെ കാക്കും. അമ്മയുടെ വാക്കുകളിൽ വലിയൊരാശ്വാസമുണ്ടായിരുന്നു. രാഹുൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അർച്ചന എല്ലാവരോടും യാത്ര പറഞ്ഞ് ബൈക്കിന് പിന്നിൽ കയറി. അവൾ അവന്റെ തോളിൽ പതുക്കെ ചായുന്നുണ്ടായിരുന്നു. സ്വന്തം ചോരയാൽ ഉപേക്ഷിക്കപ്പെട്ടവളും ജീവിതം വഴിതെറ്റിപ്പോയവനും ഒരുമിച്ചുള്ള ആദ്യത്തെ യാത്ര.